ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ സിത്താര. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർത്തവ സമയത്തുള്ള രക്തസ്രാവം, അതായത് മെൻസസ് സമയത്തുള്ള ബ്ലീഡിങ് കുറവാകാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് 6 മാസമോ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലൊക്കെ നിങ്ങളുടെ സാധാരണയുള്ള മെൻസ്ട്രൽ സൈക്കിളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥ മാറുമ്പോൾ, അതായത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ചൂടുകാലം മാറി റെയിനി സീസൺ തുടങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അവിടുത്തെ കാലാവസ്ഥ വേറെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു ചേഞ്ച് വന്നാലും നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവ ചക്രത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണരീതിയിൽ മാറ്റങ്ങൾ വന്നാൽ, നിങ്ങൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണരീതിയിൽ ഒരു മാറ്റം പിടിച്ച് ഒരു വെയിറ്റ് ലോസ് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുക. അപ്പോൾ ആ രീതിക്ക് വരുമ്പോൾ ആ ഭക്ഷണരീതിയിൽ മാറ്റങ്ങൾ വരും അല്ലേ. പിന്നെ ഫാസ്റ്റിങ് ചെയ്താൽ, നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോയാൽ അവിടുത്തെ ഭക്ഷണരീതി, നിങ്ങൾ ആദ്യം കഴിച്ച ഭക്ഷണരീതി മാറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ആർത്തവ ചക്രത്തിൽ മാറ്റം സംഭവിക്കും. ഇനി നിങ്ങൾ പുതിയതായിട്ടൊരു മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയാലും നിങ്ങളുടെ ആർത്തവ ചക്രത്തിൽ വ്യത്യാസം സംഭവിക്കും. അതായത് നിങ്ങളുടെ മെൻസസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതായത് നിങ്ങൾക്കിപ്പോൾ 30 ദിവസം കൂടുമ്പോൾ മെൻസസ് ആകുന്ന ഒരാളാണെങ്കിൽ ഒരാഴ്ച നേരത്തെ മെൻസസ് ആകാം, അല്ലെങ്കിൽ ഒരാഴ്ച വൈകിട്ട് മെൻസസ് ആകാം. നിങ്ങളുടെ ഫ്ലോയിലും വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ ആർത്തവ സമയത്തുള്ള രക്തസ്രാവം കൂടുതലാകാം അല്ലെങ്കിൽ കുറവാകാം. നിങ്ങൾക്ക് സാധാരണയായിട്ട് 5 ദിവസമാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നെങ്കിൽ അത് 7-8 ദിവസമാകാം, അല്ലെങ്കിൽ 2-3 ദിവസമാകാം. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കും. പക്ഷെ അതൊരു മാസം മാത്രം സംഭവിക്കുന്ന വ്യത്യാസമാണ്. അടുത്ത മാസം മുതൽ നിങ്ങളുടെ നോർമൽ മെൻസ്ട്രൽ സൈക്കിളിലേക്ക് നിങ്ങൾ തിരിച്ചെത്തും, എല്ലാം നോർമലായിട്ട് നടക്കും. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങൾ അങ്ങോട്ട് പോകുന്നതോറും നിങ്ങളുടെ ആർത്തവത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഫ്ലോ കുറഞ്ഞു വരുന്നു, മെൻസസ് കറക്റ്റായിട്ട് ആവുന്നില്ല. അപ്പം നിങ്ങൾ ആദ്യത്തെ 2 ദിവസങ്ങളിലായിരിക്കും കൂടുതൽ പാഡ് വെക്കുന്നത്. സാധാരണ എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നീട് ദിവസങ്ങളിൽ പാഡിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 2 ദിവസങ്ങളിൽ 6-7 പാഡൊക്കെ യൂസ് ചെയ്തവരാണെങ്കിൽ അങ്ങോട്ട് പോകുന്തോറും അത് 4, 3, 2 കുറഞ്ഞ് വരികയാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാരണം ഏജാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ മെൻസസിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. കൃത്യമായി ആർത്തവമാകാതിരിക്കുന്നു. ആർത്തവമാവുന്ന സമയത്തുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറഞ്ഞു പോകുന്നു. ഒരു 35, 40, 45, 50 വയസ്സൊക്കെ ആകുമ്പോൾ അധിക പേർക്കും ആർത്തവം നിൽക്കും. ഇതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാരണം, നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ മാസവും ഓവുലേഷൻ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ മാസവും എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ആർത്തവമാകുന്നില്ല. ആർത്തവമാകുന്ന മാസങ്ങളിൽ ബ്ലഡ് ഫ്ലോ വളരെ കുറവായിരിക്കും. അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാരണം, നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ തൈറോയിഡ് അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവ് കൃത്യമായിരിക്കില്ല. ചിലപ്പോൾ അവ കൂടുതലായിരിക്കാം, ചിലപ്പോൾ അവ കുറവായിരിക്കാം. ഇതുകൊണ്ടും നിങ്ങൾക്ക് കൃത്യമായി ആർത്തവമാവില്ല. ആർത്തവമാവുന്ന സമയത്തുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറഞ്ഞിരിക്കുന്നു. അടുത്ത കാരണം, നിങ്ങൾ അനീമിക് ആണെങ്കിൽ, അനീമിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് അയൺ ഉണ്ടാവില്ല. ഇത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ദിവസവും 3 ഡേറ്റ്സ് കഴിക്കുക. അത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കുക, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ദിവസം 3 ഡേറ്റ്സ് കഴിക്കുക. പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഇലക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു 12 ഉണക്കമുന്തിരി എടുക്കുക. അത് കഴുകിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. ഈ വെള്ളം എന്ന് പറയുന്നത് തിളപ്പിച്ചാറ് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമായിരിക്കണം. ആ വെള്ളത്തിലിട്ട് വെച്ച് അടച്ച് വെക്കുക. രാവിലെ എണീറ്റുടൻ വെറും വയറ്റിൽ ആ വെള്ളവും ആ ഉണക്കമുന്തിരി കഴിക്കുകയും ചെയ്യണം. ഇത് അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വളരെ സഹായിക്കുന്നത്, നിങ്ങളുടെ അയണിൻ്റെ അളവ് നോർമലാക്കി തരും. ഇനി അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മെൻസസ് ആവില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഗർഭിണിയാണ് എന്നതിന് ലക്ഷണമായിട്ട് നിങ്ങൾക്കൊരു ബ്ലീഡിങ് ഉണ്ടാവും. ആ ബ്ലീഡിങ്ങാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്. പക്ഷേ ഈ ബ്ലീഡിങ്ങിനെ ആർത്തവമായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലഡ് ഫ്ലോൻ്റെ അളവ് കുറഞ്ഞു പോയതാണെന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ അതൊരു ലൈറ്റ് ബ്ലീഡിങ് ആണ്. അതായത് ലൈറ്റ് ബ്ലീഡിങ് ആണ്, സ്പോട്ടിങ് ആണ്.
അതൊരു വളരെ ഡോട്ട് ബ്ലഡ് ഉണ്ടാവും, ഒരു ദിവസം മാത്രമേ കൂടി, ഒരു 2 ദിവസം മാത്രം നിൽക്കുന്ന വളരെ ചെറിയൊരു ബ്ലീഡിങ് ആണ് ഇത്. ശരിക്കും നിങ്ങൾ ഗർഭിണിയാണ്, ഇതിൻ്റെ ഒരു സൂചനയാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്, അതുകൊണ്ട് ആ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആർത്തവം കൃത്യമായി ആവില്ല. ആർത്തവം ആവുന്ന സമയത്തുള്ള ബ്ലഡ് ഫ്ലോ വളരെ കുറവായിരിക്കും. ഇനി അടുത്തത് ആഫ്റ്റർ ഡെലിവറി. ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് ആർത്തവം കൃത്യമാവാതിരിക്കുക, അത് കൃത്യമായിട്ട് ആവാതിരിക്കുക, ആർത്തവം ആവുന്ന സമയത്തുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിരിക്കുക, എല്ലാ മാസവും ആർത്തവം ആവാതിരിക്കുക, അല്ലെങ്കിൽ 1 വർഷം ആർത്തവം ആവാതിരിക്കുക, അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ 1 വർഷമായിട്ടും നിങ്ങൾക്ക് ആർത്തവം കൃത്യമായിട്ട് ആവുന്നില്ല, ആർത്തവം ആവുന്ന സമയത്തുള്ള ബ്ലീഡിങ് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ മീൻസ് ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ നമുക്കറിയില്ല എന്ത് കാരണം കൊണ്ടാണ് ബ്ലഡ് ഫ്ലോ കുറഞ്ഞെന്ന് അറിയില്ല. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി. പക്ഷേ അതല്ലാതെ നിങ്ങൾക്ക് ബ്ലഡ് ഫ്ലോ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർത്തവം കൃത്യമായിട്ട് ആവുന്നില്ല, 1 മാസമല്ല കണ്ടിന്യൂസ്ലി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ നേരിട്ട് പോയി കൺസൾട്ട് ചെയ്യണം. ടെസ്റ്റുകളിലൂടെ മാത്രമേ എന്താണ് ശരിയായിട്ടുള്ള പ്രശ്നമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക, അവർ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ എടുക്കുക, എന്നിട്ട് അവർ പറഞ്ഞ അഡ്വൈസൊക്കെ എടുത്ത് അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമുക്കത് പരിഹരിക്കപ്പെടും. അതായത് സ്വയം ചികിത്സ ചെയ്യരുത്. നിങ്ങൾക്ക് 1 മാസം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആർത്തവം കൃത്യമായിട്ട് ആയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല കാരണം, പക്ഷേ ഈ 1 മാസം, കഴിഞ്ഞ മാസം കറക്റ്റാണ്, ഈ മാസം മാത്രം ആർത്തവം കൃത്യമായിട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചികിത്സ ചെയ്യാം. അത് ആർത്തവമാകാനുള്ള ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ഹോം റെമഡീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റിൽ നിന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളായിട്ട് 2-3 മാസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്. പകരം നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയി വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് സംശയമുള്ള ടോപ്പിക്കാണ് അല്ലേ, ആർത്തവത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് സംശയങ്ങളാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തന്നെ സ്ട്രെസ്സായി പോകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ ആവാതിരിക്കുക. കാരണം ടെൻഷൻ ആയാൽ തന്നെ നിങ്ങൾക്ക് ആർത്തവം കൃത്യമായിട്ട് ആവില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവുകയും, നമുക്ക് ആർത്തവം നല്ല എല്ലാ കാര്യവും കൃത്യമായിട്ട് നടക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ സ്ട്രെസ്ഡായി നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ സ്ട്രെസ്ഡായി നമ്മുടെ ബോഡി, നമ്മുടെ ഹോർമോണിൽ അത് കൃത്യമായി അതിൻ്റെ ഇതുണ്ടാവില്ല, അത് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യില്ല, ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ സ്ട്രെസ് അനുഭവിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആ സ്ട്രെസ്സ് മാറ്റാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സമയം ചിലവാക്കി ഹാപ്പിനെസ് സ്വയം കണ്ടെത്തുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കാം. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.